സജ്ജനങ്ങൾക്ക് പ്രണാമം. ഇന്ന് അധ്യാത്മരാമായണത്തിൽ അയോധ്യാകാണ്ഡത്തിലെ വാത്മീകി ആശ്രമപ്രവേശം, ദശരഥന്റെ ചരമഗതി തുടങ്ങിയ ഭാഗങ്ങളിലാണ് പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. ആപദാമപകർത്താരം ദാതാരം സർവസംപദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമമ്യഹം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. അതുലിതബലധാമം സ്വർണശൈലാവദേഹം ധനുജവനകൃശാനം ജ്ഞാനീനാമഗ്രഗണ്യം സകല ഗുണനിധാനം വാനരാണാമതീശം രഘുപതി വരദൂതം വാദജാതം നമാമി. ഗോഷ്പദീകൃതവാരാശീമശകീകൃതരാഷ്ട്രസം രാമായണ മഹാമാലാരത്നം വന്ദേ അനിലാത്മജം. അഞ്ജനാനന്ദനം വീരം ജാനകീ ശോകനാശനം കവീശമക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. ഉല്ലംഘ സിന്ധൗ സലിലം സലീലം യശോകവന്നീ ജനകാത്മജയ ആദായ തേനൈവ ദദാഹ ലങ്കാം നമാമിതം പ്രാഞ്ജലിരാഞ്ജനേയം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. വാത്മീകി ആശ്രമപ്രവേശം. ഉത്താനവും ചെയ്തുഷസി മുനിവരപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ നദി കാളിന്ദി നദിയമുത്തീരതാപസാദിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചതു ജവാൻ. തത്ര വാത്മീകതന്നാശ്രമം നിർമ്മലം നാനാമുനികുല സങ്കുലം കേവലം നാനാമൃഗദ്വജാകീർണം മനോഹരം ഉത്തമവൃക്ഷാലതപരിശോഭിതം നിത്യകുസുമാഫലദല സംയുതം. തത്ര ഗത്വാ സമാസീനം മുനികുലസത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനൻ. രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പസുന്ദരമിന്ദീവരക്ഷണം ഇന്ദ്രാരി വൃന്ദാരകൈരഭിവന്ധിതം ബാണതൂണീരതനുദ്ധരോ വിഷ്ടവത്രാണ നിപുണോ ജടാമകുടോജ്വലം ജാനകീ ലക്ഷ്മണോ ഭേദം രഘുത്തമം മാനവേന്ദ്രം കണ്ടു വാത്മീകിയും മുധാ സന്തോഷബാഷ്പാകുലാക്ഷനായി രാഘവേന്ദ്രൻ തിരുമേനി ഗാഠമുണർന്നിടിനാൻ. നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യപീയൂഷസാഗരം മാനുഷം പൂജയിത്വാ ജഗൽപൂജം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം. ഭക്തിപുണ്ടർഘ്യപാദാദികൾ കൊണ്ടതാ മുക്തിപ്രദനായ നാഥനു സാധരം പക്വാമധുര മധുവല പുഷ്പങ്ങളൊക്കവേ നിവേദിച്ച ബോധനാർത്ഥം മുത ഭുക്വാ പരിശ്രമം തീർത്തിരുകുവരൻ നത്വാ മുനിവരൻ തന്നോടരുൾ ചെയ്തു. താതാത്മ്യയാവനത്തിന് പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം ഭവതാമറിയാമല്ലോ. യാതൊരിടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം.
ഇദ്ദിക്കിലൊട്ടുകാലം വസിച്ചിടുവൻ ചിത്തേ പെരുകയുണ്ടാസമഹാമുനെ. ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നത് കേട്ടു വാത്മീകി മഹാമുനി മന്ദസ്മിതം ചെയ്തീവണ്ണമരുൾ ചെയ്തു. സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു, സർവലോകേഷും നീയും വസിച്ചിടുന്നു. ഇങ്ങനെ സാധാരണം നിവാസസ്ഥലമെങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും. സീതാസഹിതനായി വാഴുവാൻ ഇന്നോരു ദേശം വിശേഷേണ ചോദിക്ക കാരണം. സൗഖ്യേന തേ വസിപ്പാനുള്ള മന്ദിരമാക്യ വിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ. സന്തുഷ്ടരാ സമദൃഷ്ടികളായി ബഹുജന്തുക്കൾ ദോഷഹീനമതികളായി ശാന്തനായി നിന്നെ വജിപ്പവൃതം മുടസന്ധം നിനക്കു സുഖവാസാമന്ദിരം. നിത്യധർമാധർമ്മമെല്ലാം അനുഷ്ഠിച്ച് ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിടുന്ന മന്ദിരം. നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി തന്മന്ത്രാജാപകരായുള്ള മാനുഷതൻ മനപങ്കജം തേ സുഖമന്ദിരം. ശാന്തന്മാരാജരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടസ്മകഞ്ജനതുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്കലേ ദത്തമായൊരു മനസ്സുടും സന്തുഷ്ടരായി മരുകുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം. ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടും ഇഷ്ടേതര പ്രാപ്തിക്കനുതാപവുമില്ല. സർവവും മായേത് നിശ്ചിത്യ വാഴുന്ന ദിവ്യമനസ്തവ വാസായ മന്ദിരം. ഷഡ്ഭാവവേദ വികാരങ്ങളൊക്കെയും ഉൾപ്പൂവിലൊർക്കിലോ ദേഹത്തിനേയുള്ളൂ. ക്ഷുദ്ഭവ സുഖ ദുഃഖാദി സർവവും ചിത്തേ വിചാരിക്കൽ ആത്മാവിനില്ലേതും. ഇത്തമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. യാതൊരുത്തൻ ഭവന്തം പരം ചിദ്ഘനം വേദസ്വരൂപമനന്തമേകം സദാ. വേദാന്തവേദ്യമാദ്യം ജഗൽക്കാരണം നാദന്തരൂപം പരം ബ്രഹ്മമച്യുതം. സർവഗുഹാശയസ്ഥം സമസ്താധാരം സർവഗതം പരമാത്മാനമലേഭകം. വാസുദേവം വരദം ശരണ്യോ ജഗദാസീനമാത്മനാ കാണുന്നതും സദാ. തസ്യ ചിത്തേ ജനകാത്മജയാ സമം നിസ്സംശയം വസിച്ചേടുക ശ്രീപദേ. സന്തതഭ്യാസ ദൃഢീകൃത ചേതസാ സന്തതം ത്വൽപാദസേവാരതാത്മനാം. സന്തതം ത്വന്നാമ മന്ത്ര ജപ ശുചി സന്തോഷ ചേതസാം ഭക്തിദ്രവാത്മനാം. അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണേ ദയാവാരിതേ. കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതുമല്ലോ. ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയാൽ ചമഞ്ഞിതു ഞാനെടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം. ജന്മമാത്ര ദ്വിജത്വം ഉന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ ശൂദ്ര സമാചാര തൽപരനായൊരു ശൂദ്രതണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചത് നിസ്ത്രവം ചോരന്മാരോട് കൂടെ ചേർന്നു. നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടുമത്ര. മുനീന്ദ്രവനത്തിൽ നിന്നേകതാ സപ്തമുനികൾ വരുന്നത് കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ. മുനിമാരുടെ വസ്ത്രാദികൾ പറച്ചിടുവാൻ മൂഢനായി. മധ്യാഹ്നമർത്താണ്ട തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജ്ജനഘോരമഹാവനെ ദൃഷ്ട്വാസ സംഭ്രമം എന്നോടരുൾ ചെയ്തു. തിഷ്ടതിഷ്ടത്വയാ കർത്തവ്യമത്രയും ദുഷ്ടമതേ പരമാർത്ഥം പറയുന്ന തുഷ്ട്യാ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ
നിഷ്ഠൂരാത്മാവായ ഞാനും അവர்களോട് ഇഷ്ടം മതിയം പറഞ്ഞേ നൃപത്മജ. പുത്രധാരാദികളുണ്ട് എനിക്കത്രയും ക്ഷുത്രപ്രവീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോട് ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനം ഇങ്ങനെ ചിന്തിച്ച് വേഗേന വന്നു ഞാൻ. ചൊന്നാർ മുനിവരന്മാരതു കേട്ടുടനെന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം. നിൻ കുടുംബത്തോട് ചെന്ന് ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ട് വാങ്ങിയിടുമോ എന്നു നീ ചെന്ന് ചോദിച്ചു വരുവോളം നിന്നിടമത്രൈവ ഞങ്ങൾക്ക് സംശയം. ഇത്തമാകർണ ഞാൻ വീണ്ടുപോ ചെന്നുമൽ പുത്രധാരാദികളോട് ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്യുവാൻ നിങ്ങളെ ഒക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായി അവരെന്നോട് ചൊല്ലിനാർ. നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റെന്നൻ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഞാനും അത് കേട്ട് അജാത നിർവേദനായി മാനസ ചിന്തിച്ചോരോ തരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താവേന ചെന്നു നമസ്കരിച്ചിടിനേ. നിത്യതബോധന സംഗമഹേതുനാ ശുദ്ധമായി വന്യതൻ അന്ധക്കരണവും തെക്വാ ധനുഷരാജ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യ നമസ്കരിച്ചേൻ പാദസന്നിധൗ. ദുർഗതി സാഗര മഗ്നനായിടുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മനാ രക്ഷിച്ചു കൊള്ളയണമേ. ശരണാഗത രക്ഷണോ ഭൂഷണമല്ലോ മഹാത്മനാം. സ്പഷ്ടമിത്യുക്ത്വാ പതിതം പദാന്തികേ ദൃഷ്ട്വാ മുനിവരന്മാരുമരുൾ ചെയ്തു. ഉത്തിഷ്ഠഭദ്രമുത്തിഷ്ഠതേ സന്തതം സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സവൈതസ്തു മേ. സദ്യഫലം വരും സജ്ജന സംഗമാത് വിദ്വജ്ജനാനാം മഹത്വമേതാദൃശം. ഇന്നു തന്നെ തരുന്നുണ്ടോരുപദേശം എന്നാൽ നിനക്കതിനാലഗതി വരും. അന്യോന്യമാലോകനം ചെയ്ത് മാനസേ ധന്യതബോധനന്മാരും വിചാരിച്ചു. ദുർവർത്തനേറ്റവും ധിജാതവനാം ഇവൻ ദിവ്യജനത്താൽ ഉപേക്ഷനെന്നാകിലും രക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോഭിവാ. മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധ പ്രധാനേന. ഇത്വമുക്ത രാമനാമവർണ്ണദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ. നിത്യം അരാമരദേവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ടനാരതം. ഞങ്ങൾ ഇങ്ങോട്ടു വരോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ. ഇത്തമനുഗ്രഹം തത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപദാഗമിച്ചിടിനാർ. നത്വാമരീതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളം. പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞതു മുറ്റു മറഞ്ഞു ചമഞ്ഞതു ബാഹ്യവും. താപചന്ദ്രന്മാരും എഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ. നിഷ്ക്രമിച്ചിടുന്നു ചൊന്നേതോ കേട്ടു ഞാൻ നിർഗമിച്ചിടിനേനാശൂനാകൂതരൽ. വാത്മീക മധ്യതോ നിന്നു ജനിക്കയാലാ മുനീന്ദ്രന്മാർ അഭിധാനവും ചെയ്താർ. വാത്മീക മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹൂലാംനായ വേദിയായ ബ്രഹ്മജ്ഞനാകനി എന്നൊരു ചെയ്തെഴുന്നള്ളേ മുനികളും ഒന്ന് തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും. രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമനാൻ ഇങ്ങനെയാ ചമഞ്ഞിടിനേൻ. ഇന്നു സീതാസുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിന്നവകാശവും. വന്നിതെനിക്ക് മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാചലനിധി. രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ. കാണായ മൂലം വിമുക്തനായേനഹം ത്രാണനിപൂണ ത്രിദശ കുലപഥേ. സീതയാ സർദ്രം വസിപ്പതിനായൊരു മോദകരസ്ഥലം കാട്ടിത്തരുവിൻ ഞാൻ. എഴുന്നള്ളിനാനന്ദികെ ചേർന്നുള്ള ശിഷ്യ പരിവൃതനം മുനി. ചിത്രകൂടാച ഗംഗയോരന്ധര ചിത്രമായൂരുടനം തീർത്തുമോ മുനി.
തെക്കു വടക്കും കിഴക്ക് പടിഞ്ഞാറും അക്ഷി വിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ചവിടെ ഇരിക്കുന്നരുൾ ചെയ്തു മന്മഥതുല്യൻ ജനകജതന്നോടും നിർമ്മലനായ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമൊരു വീടിനൻ രാമനും വാത്മീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദം ഉൾക്കൊണ്ടുമേവിനാൻ. ദേവമുനിവര സേവിതനായൊരു ദേവരാജൻ ദിവി വാഴുന്നതുപോലെ മന്ത്രിവരനാം സുമന്ധരൂമേറിയോരന്ത സുജാചൻ അയോധ്യ ബുക്കിടിനാൻ. വസ്ത്രേണ വക്ത്രവുമച്ചാദ്യ കണ്ണുനീരത്യർത്ഥമിറ്റും തുടച്ചുമത്തീരും പുറത്തു ഭാഗത്ത് നിർത്തിച്ചെന്ന് ധീരതയോട് നൃപന വണങ്ങിനാൻ. ധാത്രീപദേ ജയ വീരമകുലേ ജയ ശാസ്ത്രമതേ ജയ ശൗരംബുദേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്തണ്ഡ ഗോത്രജോത്തം സംസമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിന ഭക്തനോടാശു ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിയിലിരുന്നു രാഘവൻ. നിർലജ്ജതനായ നിഭാവിയാം എന്നോട് ചൊല്ലുവാൻ എന്തെന്ന് ചൊല്ലിയത് എന്നുടെ ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകി ദേവിയും. ഹാ രാമ ഹാ ഗുണവാരിതേ ലക്ഷ്മണ വാരിജലോചനേ ബാലേ വിതലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃത്യാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്ക് മരിപ്പാൻ ഇക്കാലമില്ലാതെ വന്ന സുഹൃതവും. ഇത്തം പറഞ്ഞു കീഴുന്ന നൃപേന്ദ്രനോടുൾത്താപമോടുര ചെയ്തു സുമന്ധരും. ശ്രീരാമ സീതാസുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയെന്തവജ്ഞയ ശൃംഗവേരക്ക് പുരസവിതേ ചെന്നു ഗംഗാതട വസിച്ചിടും ദശാന്തരെ കണ്ടു തുടതി ശൃംഗവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലപലാദികൾ തൃക്കയല കൊണ്ടത് തൊട്ട് പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘൂത്തമൻ എന്നോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായകാരുമേ ചൊല്ലേടമെന്നുടെ താതനോടും ബലാൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം. സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊല്ലുക പിതാപതി ഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തുടതെന്നോട് ചൊല്ലിനാൾ ആനനപത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുഗണങ്ങളും വാർത്തു സഗദ്ഗതം ശുശ്രപാദേഷു സാഷ്ടാംഗ നമസ്കാരം. തോണികരേറി ഗുഹനോട് കൂടവേ പ്രാണവിയോഗേന നിന്നേൻ അടിയനും. അക്കര ചെന്നിറങ്ങിപ്പോയ മറവോളം ഇക്കര നിന്നു ശവശരീരം പോലെ. 4-5 നാഴിക ചെന്നവാറിയ തീരമാലംബ്യ മന്ദമൂന്ന് വർത്തനായിടിനേൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം. ഇഷ്ടയായൊരു കൈകൈക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ. മൽപുത്രനെ കാനനാന്തേ കളവതി പാപിയെന്തു പിഴച്ചതു ദൈവമേ. ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതിനെന്തോരു കാരണം. ഭൂപതി കൗസല്യ ചൊന്നൂര് വാക്കുകൾ താവേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊള്ളി വെക്കുന്നത് പോലെ പുണ്ണമില്ലാതെ മാം കീതിപ്യായിക നീ. ദുഃഖം ഉൾക്കൊണ്ട് മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാം ഉരുക്കി ചമയ്ക്കായിക വല്ലഭേ. പ്രാണപ്രയാണമെടുത്തത് ബോധനൻ പ്രാണവിയോഗെ ശയിച്ചതു കാരണം കേൾക്ക നീ ശാപപ്രകാരം മനോഹരെ. സാക്ഷാൽ തപസ്സികൾ ഈശ്വരന്മാരല്ലോ. അർദ്ധരാത്രവും സരജാലവും ശാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഗിരിതീരെ വനാന്തരെ മാനസമൂഹേന നിൽക്കുന്ന നേരം ഒരു മുനിദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഗതത്തോടിരട്ടത്തു പുറപ്പെട്ടു. കുംഭവം കൊണ്ട് നീർകോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോട് മുക്കും വിധവും. കുംഭത്വ നിരകം ബുക്ക ശബ്ദം കേട്ടു കുമ്പി തുമ്പിക്കൈയിലംബോഗതമിതി ചിന്തിച്ചുടൻ
നാദവേദിനം സായകം സന്തായ ശാവേ ദൃഢമയച്ചീടിനേൻ. ഹാഹാ ഹതസ്മ്യഹം ഹാഹാ ഹതസ്മ്യഹം ഹാഹേതി കെട്ടിതു മാനുഷവാക്യവും. ഞാനൊരു ദോഷമാരോടുമേ ചെയ്തീലകേന വാഹന്ത ഹതോഹം വിധേ വൃഥ. പാർത്തിരിക്കുന്നതു മാതാപിതാക്കന്മാരാർത്തി കൈകൊണ്ടു തണ്ണീർക്കുതാഹിക്കയാൽ ഇത്തരം മർത്തനാദം കേട്ടു ഞാൻ അതിത്രസ്തനായി എത്ര ചെന്നത്തലൂടും തഥാ. താപസബാലകൻ പാദങ്ങളിൽ വീണു താപീന ചൊന്നേൻ മുനിസുതനോടു ഞാൻ. സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മമാപരാധീനം രക്ഷിക്ക വേണമേ. ഞാനറിയാതെ മൃഗയാ വിവശനായാന തണ്ണീർ കുടിക്കും നാദമെന്നോർത്ത് ബാണമെയ്തേനതി പാപിയായൊരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ. പാദങ്ങളിൽ വീണു കേണിയിടുമെന്നോട് ഖേദം കറന്നു ചൊന്നാൻ മുനിപാലകൻ. കർമ്മമത്രേ തൊടുക്കാവതെല്ലാർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതെ. വൈശനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ. വാർദ്ധക്യമേറിയ ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ. ദാഹമോ കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി. വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. എന്നുടതാതിന് കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിയുക നീ. പ്രാണങ്ങൾ പോകാന വീടയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ. എന്നത് കേട്ട് ശല്യോധരണം ചെയ്ത് പിന്നെ സജലം കലശവും കൈകൊണ്ട് ദമ്പതിമാരിരിക്കും അവരുടെ കതി സംഭ്രമത്തോട് ഞാൻ ചെല്ലും ദശന്ധരെ. വൃദ്ധതയോട് നേത്രങ്ങൾ വേർവിട്ട് അർദ്ധരാത്രിക്കോ വിഷന്നു ദാഹിച്ചഹോ. വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയോ ഒരു പുത്രനെന്നോ മറന്നോ കളഞ്ഞിതോ. മറ്റുള്ളൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാൻ ഒഴിഞ്ഞെന്തു വൈകിടുവാൻ. ഭക്തിമാനേറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതല്ലോ നീ കുമാരാബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധോ മൽപാത വിന്യാസജധ്വനി കേൾക്കായി. താൽപര്യമാറ്റം മതീയം കേട്ടു തഥാ താൽപര്യമോട് പറഞ്ഞു ജനകനും. വൈകവാനന്ദമൂലം മമനന്ദന വേഗേന തണ്ണീർ തരിക നീ സാധനം. ഇത്തമാകർണ ഞാൻ ദമ്പതിമാർ പദം ഭക്ത നമസ്കരിച്ചത്രയും വീതനായ വൃത്താന്തമെല്ലാം അറിയിച്ചു തന്നേരം. പുത്രനല്ല അയോധ്യാദീപനായ പൃഥ്വീവരൻ ഞാൻ ദശരനെന്നു പേർ. രാത്രോപനാന്തേ മൃഗയാ വിവശനായി ശാർദൂലമുക്ക മൃഗങ്ങളെയും കൊന്ന് പാർത്തിരുന്നേ നദിതീരെ മൃഗാശയ. കുംഭത്വ നീരകം ബുക്ക ശബ്ദം കേട്ട് കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അമ്പസ് കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെയതും ബലാൽ. പുത്തന് കൊണ്ടതു നേരത്തെ കരച്ചു കേട്ടത്രയും ഭീതനായി തത്ര ചെന്നീടിനേൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേൻ അതുമൂലം അവനും എന്നോട് ചൊല്ലിനാൻ. കർമ്മമത്രേ മമ വന്നതിതു തവ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലടോ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പൂക്ക് പർണശാലാന്തേ വിഷന്നു ദാഹത്തോടും എന്നയും പാർത്തിരിക്കും പിതാക്കന്മാർക്ക് തണ്ണീർ കൊടുക്കയെന്ന് എന്നോട് ചൊല്ലിനാൻ. ഞാനത് കേട്ടുഴത്തോടി വന്നേൻ. ഇനി ജ്ഞാനികളം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദ പങ്കജമെന്നിയെ മറ്റില്ല ഭാവിയായോരടിയന്നവലംബനം. ജന്തുവിഷയ കൃപാപശന്മാരല്ലോ സന്തതം താപസമുങ്കവന്മാർ നിങ്ങൾ. ഇത്തമാകർണ്യ കരഞ്ഞവരത്രയും ദുഃഖം കളഞ്ഞു ചൊല്ലിയിടിനാർ. പുത്തനെവിടെ കിടക്കുന്നതോ ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനത് കേട്ടവർ തമ്മെ എടുത്തത് ദീനതയോടു മകൻ ഉടൽ കാട്ടിനേൻ. കഷ്ടമാകന്ത കഷ്ടമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും. പിന്നെ പലതരം ചൊല്ലി വിലപിച്ച് ഖിന്നതയോടവരെന്നോട് ചൊല്ലിനാർ. നീ ഇനി നല്ല ചിത ചമച്ചിടണം, തീയമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ. തത്ര ഞാനും ചിത കൂട്ടിനേൻ അന്നേരം പുത്രേണ സാകം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമാ ചെന്ന് മൂഹരും വൃത്രാരി ലോകം ഗമിച്ചു വാണിയിടിനാർ. വൃദ്ധതബോധനൻ അന്നേരം എന്നോട് പുത്രശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായതോ താപസവാക്യം അസത്യമായും ഹര.
മന്നവനേവം പറഞ്ഞു വിലപിച്ചു പിന്നെയും പിന്നെയും വീണു തുടങ്ങിനാൻ. ഹാ രാമപുത്ര ഹാ സീതേ ജനകജി ഹാ രാമ ലക്ഷ്മണ ഹാ ഗുണംബുദേ. നിങ്ങളോടും വിരഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നത് കൈകേയ സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പൊക്കു സുരാലയം. ശ്രീരാമനും സീതയും എല്ലാം കൂടി വനത്തിലൂടെ ഗുഹനെ വേർപെട്ടതിന് ശേഷം നടന്നു പോവുകയാണ്. അങ്ങനെ അവര് വാത്മീകിയുടെ ആശ്രമ സ്ഥലത്താണ് എത്തിച്ചേർന്നത്. അവിടെ ചെന്നിട്ട് ഉത്താനവന്യതൊഴസീ മുനിവരർ പുത്രായുള്ള കുമാരകന്മാരുമായി ഉത്തമമായ കാളിനീ നദിയെയും ഉത്തീര താപസാദിഷ്ടമാർഗേണവോ ചിത്രകൂടാദിയെ പ്രാപിച്ചു ജവാൽ. അവര് ചിത്രകൂടാചലത്തിൽ വാത്മീകി ആശ്രമ സമയത്ത് എത്തിച്ചേർന്നു. ആ വാത്മീകിയുടെ ആശ്രമം നാനാമുനികുല സങ്കുലം കേവലം നാനാ മൃഗദ്വജാകിരണം മനോഹരം. അങ്ങനെ മനോഹരമായ ആ വാത്മീകി ആശ്രമത്തിൽ എത്തിച്ചേർന്നിട്ട് തത്ര ഗത്വാ സമാസീനം മുനികുലസത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനാൻ. അവിടെ വാത്മീകി മഹർഷിയെ കണ്ട് നമസ്കരിക്കുകയുണ്ടായി. ശ്രീരാമലക്ഷ്മണന്മാരെ കണ്ടപ്പോൾ വാത്മീകിയാകട്ടെ സന്തോഷത്താൽ അശ്രുവണങ്ങൾ വാർത്തുകൊണ്ട് ശ്രീരാമനെ ആലിംഗനം ചെയ്തു. അർഘ്യവാദ്യാദികളെ കൊണ്ട് പൂജിച്ചു. മധുരമായ പക്വഫലങ്ങളൊക്കെ കൊണ്ട് നിവേദിച്ചുകൊണ്ട് ശ്രീരാമനോട് പറഞ്ഞു. ആ സമയത്ത് ശ്രീരാമൻ വാത്മീകിയോട് പറയാണ്, ഞാൻ അച്ഛൻ്റെ ആത്മപ്രകാരം മനസ്സിലെ വന്നതാണ്. അതിൻ്റെ കാരണം അങ്ങയോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. താങ്കൾക്ക് അറിയാത്ത കാര്യമല്ല. സീതയോടുകൂടി ഞാൻ എവിടെയാണ് താമസിക്കേണ്ടത് എന്ന് താങ്കൾ പറഞ്ഞു തരണം. അങ്ങയെപ്പോലുള്ള മഹാന്മാരിയിരിക്കുന്ന സ്ഥലത്ത് താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ല കാര്യമാണ്. ഇങ്ങനെയുള്ള ദിവ്യന്മാരിയിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നൊക്കെ ശ്രീരാമന്റെ വാക്ക് കേട്ടപ്പോൾ വാത്മീകി മഹർഷി പറഞ്ഞു, അല്ലയോ ഭഗവാനെ, അങ്ങ് താമസിക്കാൻ എവിടെയാന്ന് ചോദിച്ചാൽ എന്താ പറയുക? എല്ലാ ലോകങ്ങളും അങ്ങിലാണല്ലോ കുടികൊള്ളുന്നത്. എല്ലാ ലോകത്തിലും താങ്കളും അടങ്ങിയിരിക്കുന്നു. അതിനാൽ അങ്ങേക്ക് താമസിക്കാൻ പ്രത്യേക സ്ഥലം ചോദിച്ചാൽ എന്താണ് പറയുക? എന്നാൽ മാനുഷികമായ രൂപത്തിൽ സീതയോടുകൂടി താമസിക്കാൻ സ്ഥലമാണ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഒരു സ്ഥലം ഞാൻ പറഞ്ഞു തരാം. അങ്ങ് സീതയോടുകൂടി കുടികൊള്ളുന്ന സ്ഥലങ്ങൾ ഇന്ന സ്ഥലങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറയാണ്, സന്തുഷ്ടാത്മാക്കളായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദോഷഹീനമതികളായി ശാന്തരാ നിന്നെ വചിപ്പപദങ്ങളുടെ സ്വന്തം നിനക്ക് സുഖവാസമന്ദിരം. എല്ലായ്പ്പോഴും സന്തോഷത്തോടെ കഴിയുന്ന ആളുകൾ, എല്ലാത്തിനെയും ഒരുപോലെ കാണുന്ന ഒരു സമദൃഷ്ടിയുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ മനസ്സിലാണ് നീ കുടികൊള്ളേണ്ടത്. പിന്നെ എല്ലാ ധർമാധർമ്മവും ഉപേക്ഷിച്ചുകൊണ്ട് ആരാണോ അങ്ങേ ഭജിക്കുന്നത് അവരുടെ മനസ്സിലങ്ങ് ഇരുന്നിടണം. പിന്നെ എന്ത് കണ്ടാലും ഒരുപോലെ സമലോഷ്ടാസ്മകാഞ്ചനങ്ങൾ, ലോഷ്ടാസ്മകാഞ്ചന തുല്യമതികളും ശ്രേഷ്ഠമതികൾ, അങ്ങനെയുള്ളവരുടെ മനസ്സിലങ്ങ് ഭഗവാനെ അങ്ങ് കുടികൊള്ളേണ്ടതാണ്. സന്തുഷ്ടരായ ആളുകളുടെ മനസ്സിലാണ് ഭഗവാൻ കുടികൊള്ളേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീരാമന് പലതരത്തിലും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയുകയുണ്ടായി, അല്ലയോ ഭഗവാനെ, കർണാമൃതം തവ നാമ മാഹാത്മ്യമോ വർണ്ണിപ്പതിന് ആർക്കും ആവുതമല്ലല്ലോ. അങ്ങയുടെ നാമത്തിന്റെ മാഹാത്മ്യം എത്ര വർണ്ണിച്ചാലാണ് തീരുക? ചിന്മയനായ അങ്ങയുടെ നാമത്തെ വർണ്ണിച്ചത് കൊണ്ടാണ് ഞാൻ ബ്രഹ്മമുനിയായി മാറിയത് എന്ന് പറഞ്ഞുകൊണ്ട് വാത്മീകി മഹർഷി തൻ്റെ പൂർവാശ്രമ കഥ പറയുകയാണ്. പണ്ട് ഒരിക്കൽ ഞാൻ ദുഷ്ടജനങ്ങളുമായി കൂടിച്ചേർന്നുകൊണ്ട് കാട്ടാളനായിട്ട് കാട്ടിലൂടെ പോകുന്ന ആളുകളെല്ലാം തട്ടിപ്പറിച്ചുകൊണ്ട് കഴിഞ്ഞു വരികയാണ് ചെയ്തത്.
ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വിടിഞ്ഞു ഞാൻ ശൂദ്ര സമാചാര തൽപരനായ ഒരു ശൂദ്രധരണിയുമായി വസിച്ചിരിക്കും. തൻ്റെ ബ്രഹ്മത്വമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ശൂദ്രധരണിയുമായിട്ട് ഞാൻ കഴിയാനിടയായി. എത്രയോ സന്താനങ്ങളെ ജനിപ്പിച്ചു. ഇതുവഴി പോകുന്ന ആളുകളെല്ലാം ആക്രമിച്ച് തട്ടിപ്പറിക്കായിരുന്നു എൻ്റെ തൊഴിൽ. എത്രയോ ആളുകളെ ഞാൻ ചതിച്ചു കൊന്നിട്ടുണ്ട്. എത്ര വസ്തു പറച്ചേൻ ദ്വിജന്മാരോട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ സപ്തർഷിമാർ ഇതുവഴി വരാനിടയായി. അവരെ കണ്ടപ്പോൾ സാധാരണ പോലെ തന്നെ ആളെ കാണുമ്പോൾ അവരെ ആക്രമിക്കാൻ പോകുന്ന സ്വഭാവത്തിൽ ഞാൻ അവരുടെ നേരെ പോയി. എന്നെ കണ്ടപ്പോൾ അവർ വളരെയധികം സംഭ്രമിച്ചു. അവരെന്നോട് പറഞ്ഞു, തിഷ്ടതിഷ്ടത്വയാ കർത്തവ്യം അത്രയും. എന്താണ് നിന്റെ ഉദ്ദേശം? അവിടെ നിനക്ക് നിനക്കെന്താ വേണ്ടത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവരോട്, എനിക്ക് പുത്രന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ വിശന്ന് കഴിയുകയാണ്, അവർക്ക് വല്ലതും കൊടുക്കാൻ വേണ്ടി ഞാൻ വഴിപോക്കരെ ആക്രമിച്ചിട്ട് തട്ടിപ്പറിച്ചടിക്കുകയാണ് ചെയ്യുക. നിങ്ങൾ വരുമ്പോൾ നിങ്ങളെയും കണ്ടിട്ട് എന്താണ് ആക്രമിച്ചിട്ട് വല്ലതും അപകരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ സമയത്ത് ആ മുനിമാർ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അങ്ങനെയാണെങ്കിൽ നീ ഞങ്ങൾ പറയുന്നത് കേൾക്കണം. നീ പോയിട്ട് നിന്റെ കുടുംബത്തോട് ചോദിക്കുക, നീ ചെയ്യുന്നത് ഈ പാപപ്രവൃത്തി, അവരെ പോറ്റാൻ വേണ്ടി നീ ചെയ്യുന്ന പാപപ്രവൃത്തിയാണ്. ഈ പാപത്തിന്റെ ഫലം അവരനുഭവിക്കാൻ തയ്യാറാകുമോ? പോയി ചോദിച്ചു വരൂ. നീ പോയിട്ട് ചോദിച്ചു വരുന്നത് ഞങ്ങൾ ഇവിടെ നിൽക്കും, സംശയമില്ല. ഞങ്ങളത് അല്ല മഹർഷിമാരാണ്, അല്ല നമ്മൾ പറഞ്ഞാൽ വാക്ക് പാലിക്കും. നീ പോയി അന്വേഷിച്ചിട്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടെന്ന് അറിഞ്ഞുകൂടാ, എനിക്ക് അവരുടെ വാക്ക് അനുസരിക്കാൻ തോന്നി. ഞാൻ പോയിട്ട് വീട്ടിൽ ചെന്ന് ഭാര്യാപുത്രോട് ചോദിച്ചു, ദുഷ്കർമ്മ സഞ്ചയം ചെയ്ത് ഞാൻ നിങ്ങളെ ഒക്കെ വരിച്ചു കൊള്ളുന്നതിനം പ്രതി തൽഫലമൊട്ട നിങ്ങൾ വാങ്ങിയിടുമോ? മൽ പാപമൊക്കെ ഞാൻ തന്നെ പൂജിക്കുന്നു. അല്ല, നിങ്ങളെ പോറ്റാൻ വേണ്ടി ഞാൻ പല പാപങ്ങളാണ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പാപത്തിന്റെ ഫലം ഞാൻ തന്നെ അനുഭവിക്കണോ? അല്ല, നിങ്ങൾ എൻ്റെ പാപത്തിന്റെ ഫലം അനുഭവിക്കാൻ തയ്യാറാകുമോ? ചോദിച്ചപ്പോൾ എൻ്റെ ഭാര്യയും കുട്ടികളും പറഞ്ഞു, നിത്യവും ചെയ്യുന്ന കർമ്മ ഗുണഫലം കർത്താവ് ഒഴിച്ച മറ്റന്യൻ പൂജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമ്മൾ തന്നെയാണ് അനുഭവിക്കണം. മറ്റാരും നമ്മുടെ കൂടെ അനുഭവിക്കാൻ ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യുന്ന കർമ്മഫലം നിങ്ങൾ തന്നെ അനുഭവിക്കണം. ഇങ്ങനെയുള്ളതായ അപ്പോൾ അവരെ പോറ്റാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതായി പാപത്തിന്റെ ഫലം ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് കേട്ടപ്പോൾ എന്ന് നിറഞ്ഞുകൂടാ എൻ്റെ മനസ്സിൽ ജാത നിർവേദനായി മാനസിക ചിന്തിച്ചു. പലതും മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ഞാൻ താപസന്മാരുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. താപസന്മാർ നിന്നരുളുന്ന ദിക്കിന് താപേന ചെന്ന് നമസ്കരിച്ചിടിനേൻ. അന്ന് ആ സപ്തർഷിമാരുമായുള്ള കൂടിച്ചേർന്ന ശേഷം എൻ്റെ മനസ്സിലാകെ മാറ്റം വന്നു. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ അമ്പും വില്ലുമൊക്കെ ഉപേക്ഷിച്ചിട്ട് ആ ബ്രാഹ്മണൻ മഹർഷിമാരുടെ പാദങ്ങൾ നമസ്കരിച്ചു. എന്ന് പറഞ്ഞു, ദുർഗതി സാഗരിയ മഗ്നായി ഇടുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മന രക്ഷിച്ചു കൊള്ളണമേ എന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ വീട് നമസ്കരിച്ചു. ആശ്രയിക്കുന്നവർ രക്ഷിക്കുക എന്നുള്ളത് മഹാത്മാന്മാരുടെ ഗുണമാണല്ലോ. ആ സമയത്ത് ആ മഹേശ്വരനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സദ്യഫലം വരും സജ്ജന സംഗമം വിദ്വജ്ജനാനാം മഹത്വത്വമേദൃശ. ഒരു കാര്യം ചെയ്യാം, നിനക്ക് അതായത് ഞങ്ങളൊരു ഉപദേശം തരാം. ഈ ഉപദേശം നീ അനുസരിക്കുക. ഇവിടെ ഇരുന്നു കൊണ്ട് വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലി എന്നുള്ളതാണ്. ശ്രീരാമന്റെ രാമശബ്ദം ഇത്വമുക്ത രാമനാമ വർണ്ണദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ. അവരെന്നോട് പറഞ്ഞു, നിത്യം മരാമരത്തേവം ജപിക്കുക. നീ ഇവിടെ ഇരുന്നുകൊണ്ട് മര എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുക ഞങ്ങൾ വരുന്നത് വരെ. ഇത് കേട്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് മരാമര എന്ന് ജപിച്ചു. നാളുകൾ വളർന്നും കഴിഞ്ഞു. എൻ്റെ ശരീരത്തിൽ ഞാൻ ഇരുന്ന് ജപിച്ചിട്ട് എൻ്റെ ശരീരത്തിലാകാനും പുറ്റുകൾ വന്ന് മൂടുകയുണ്ടായി. എന്നെ പുറ്റുകൊണ്ട് എന്നോട് മൂടിച്ചമഞ്ഞതു, മുറ്റം മറഞ്ഞു ചമഞ്ഞത് ബാഹ്യവും. അങ്ങനെ കുറെ നാൾ കഴിയുമ്പോഴാണ് ഉദിച്ചു വരുന്ന സൂര്യന്മാരെ പോലെ ആ താമസന്മാർ അതുവഴി വന്നത്. അവർ വന്നിട്ട് ആ വാത്മീയ തട്ടിയിട്ട് എന്നോട് എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ടു. നിഷ്ക്രമിച്ചിടന്ന് ചെന്നത് കേട്ടു ഞാൻ നിർഗമിച്ചിട്ടിനേൻ. പുറ്റിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു വന്ന എനിക്ക് അവർ വാത്മീകാമദ്യതോ നിന്നു ജനിക്കിയാൽ ആ മുനീന്ദ്രന്മാർ അഭിധാനവും ചെയ്താർ. വാത്മീക മുനിശ്രേഷ്ഠൻ, നിങ്ങൾ വാത്മീയ എന്നിവരായ ശ്രേഷ്ഠനായ മുനിയാണ് താങ്കൾ, ബ്രഹ്മത്തിനായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ശ്രീരാമേന്ദ്ര, അങ്ങയുടെ നാമത്തിന്റെ ആ പ്രഭാവലമായിട്ടാണ് ഞാൻ ഇങ്ങനെ മഹർഷിയായി മാറിയിരിക്കുന്നത്.
രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായ രാമനാൻ ഇങ്ങനെ ഈ ആഴ്ച മഞ്ഞിടിനേൻ. ഇന്ന് സീതാസമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാണുന്നതിന് അവകാശവും വന്നതെനിക്ക് ഞാൻ മുമ്പ് ചെയ്ത പുണ്യത്തിന്റെ ഫലം ലഭിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാത്മീകൻ ശ്രീരാമനെ നമസ്കരിച്ചു. പിന്നീട് പറഞ്ഞു, അങ്ങ് സീതയോടുകൂടി താമസിക്കാനുള്ള സ്ഥലം ചോദിച്ചില്ല, ഞാൻ സ്ഥലം കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രകൂട ജലത്തിൽ ആ ഗംഗാ നദീ തീരത്ത് മനോഹരമായ ഒരു ഉടജം മാമുനി തീർത്തു. അവിടെ സീതയോടുകൂടി വസിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ സോദരനാ ലക്ഷ്മണൻ തന്നോടും സാനന്ദം ആനന്ദം ഉൾക്കൊണ്ടുമേവിനാൻ ദേവമുനിവരെ സേവിതനായ ഒരു ദേവരാജൻ ദിവ്യ വാടുന്നത് പോലെ ദേവേന്ദ്രൻ സ്വർഗത്തെന്ന പോലെ അവിടെ സഹോദരനോടും ഭാര്യയോടും കൂടി ശ്രീരാമനും കഴിഞ്ഞു. ഈ സമയത്താകട്ടെ അയോധ്യയിൽ ശ്രീരാമനെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതായ സുമന്ത്രര് തിരിച്ചു വന്നിട്ട് നോക്കുമ്പോൾ അയോധ്യയിലാകട്ടെ ദശരഥൻ വളരെ ദുഃഖിതനായി കഴിയാണ്. ദശരഥനെ വന്ന് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു. ദശരഥനാകട്ടെ സുമന്ത്രരെ കണ്ടപ്പോൾ ചോദിച്ചു, എവിടെയാണ് സീതയോടുകൂടി എൻ്റെ മകനാ ശ്രീരാമൻ ഇരിക്കുന്നത്? എന്താണ് ഈ പാപിയായ പിതാവ് എന്നോട് അവര് പലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയണമെന്നാണ് പറഞ്ഞത്. ലക്ഷ്മണൻ എന്ന് പറഞ്ഞത് വിശേഷിച്ച് ലക്ഷ്മി സമയായ ജാനകി ദേവിയും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ദശരഥൻ കരയുകയാണ്. ദുഃഖം മുഴുത്ത് മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമൻ അരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്ക് മരിപ്പാവും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ദശരഥൻ വളരെയധികം കരയുണ്ടായി. അപ്പോ സുമന്ത്രർ പറഞ്ഞു, ഞാൻ ഇവരെ കൂട്ടിയിട്ട് കാട്ടിൽ പോയി അവിടെ വെച്ചിട്ട് ഗുഹനെ കണ്ടു. ഗുഹൻ ഫലമൂലാതെ കൊടുത്ത് സ്വീകരിക്കുണ്ടായി. പിന്നീടും അവർ നടന്നുപോയി. ശ്രീരാമൻ പറഞ്ഞു, തന്റെ അച്ഛൻ വളരെ ദുഃഖിച്ചിട്ട് കഴിയാണ് ഉണ്ടാവുക, അച്ഛനെ പറഞ്ഞ് സമാധാനിപ്പിക്കണം. ചൊല്ലിനാൻ എന്നുடைய താതനോടും ബലാൽ അലൽ വെള്ളത്തിലുണ്ടാകാതിരിക്കണം. സൗഖ്യ അയോധ്യയിലേറും വനങ്ങളിൽ മുഴസിദ്ധിക്ക് പെരുവഴിയായി വരും എന്ന് പിന്നീട് ദശരഥൻ ചോദിച്ചു, സീതാദേവി എൻ്റെ മകൾ എന്താ പറഞ്ഞത്? സീതാദേവി സ്വസ്ത്രപാതയോട് സാഷ്ടാംഗം നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അവസാനം ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരികയാണ് ഉണ്ടായത്. ഗുഹന്റെ തോണിയിൽ കയറിയിട്ട് ശ്രീരാമൻ അങ്ങോട്ട് പോയി. ശ്രീരാമനെ കണ്ണിന്ന് മറയുന്നവരെ ഞാൻ അങ്ങനെ 4 നാഴിക ചെന്ന പാറയെ ധൈര്യമാലംബ്യ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരികയുണ്ടായി. ഇതൊക്കെ കേൾക്കുമ്പോൾ അത് കേട്ടിട്ട സമയത്ത് കൗസല്യം കരഞ്ഞു തുടങ്ങി. കൗസല്യ പറഞ്ഞു, കൈയ്യേക്ക് രാജ്യം കൊടുത്താൽ മതി പോരായിരുന്നുവല്ലോ, എൻ്റെ മകനെ കാട്ടിലേക്ക് കളയാൻ വേണ്ടി ഈ പാപിയ ഞാൻ എന്താണ് പിഴച്ചതെന്ന് പറഞ്ഞുകൊണ്ട് കൗസല്യ പലതും വിലപിച്ചപ്പോൾ ദശരഥൻ പറഞ്ഞു, പുണ്ണിലൊരു കൊള്ളി വെക്കുന്നത് പോലെ പുണ്യമില്ലാതെ വാ ഖേദിപ്പിയായിക നീ. പുണ്ണിലൊരു കൊള്ളി വെക്കുന്ന പോലെ എന്നെ നീ വേദനിപ്പിക്കരുത് കൂടുതൽ പറഞ്ഞിട്ട് ഞാനിതാ ദുഃഖം ഉൾക്കൊണ്ട് മരിക്കാൻ വേണ്ടി തുടങ്ങിയാണ്. ഞാൻ മരിക്കാൻ പുത്രദുഃഖത്തിൽ ഞാൻ മരിക്കും. ഇതിന് കാരണമുണ്ട്. കാരണം എനിക്കൊരു മഹർഷിയുടെ ശാപം കിട്ടിയിട്ടുണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് ആ കഥ സൂചിപ്പിക്കുകയാണ്. ഞാൻ ഒരിക്കലും നായാട്ടിന് വേണ്ടി കാട്ടിലേക്ക് പോയി. അങ്ങനെ പോയ സമയത്ത് രാത്രി സമയത്താണ് നാദവേദനം സായകം ശബ്ദം കേട്ട ദിക്കിനെ ലക്ഷ്യമാക്കിയിട്ട് പോകുന്ന അമ്പ് ഞാൻ തൊടുത്ത് വിട്ടു. ആ അമ്പ് തൊടുത്ത് വിട്ടപ്പോൾ പെട്ടെന്ന് തനിക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് ഒരു കുട്ടിയുടെ ശബ്ദമാണ്. ഹാഹാ ഹതോ സ്നേഹം, ഹാഹാ ഹതോ സ്നേഹം, ഹാഹേത് കേട്ടതും അനുഷ്ഠവാക്യവും. ഞാൻ അമ്പ് തൊടുത്ത് വിട്ടപ്പോൾ ഒരു കുട്ടിയുടെ കരച്ചിലാണ് കേട്ടത്. പെട്ടെന്ന് ഞാൻ പരിഭ്രമപ്പെട്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോയി നോക്കുമ്പോൾ ഒരു കുട്ടിയാണ്. താപസപാലൻ അവന്റെ കാലിൽ വീണ് ഞാൻ നമസ്കരിച്ചു. ഞാൻ അറിയാതെ ചെയ്താണെന്നൊക്കെ പറഞ്ഞു. ഞാൻ നായാട്ടിന് വേണ്ടി വന്ന ഞാൻ ആന വെള്ളം കുടിക്കാൻ ശബ്ദമാണെന്ന് ഓർത്തിട്ടാണ് ഞാൻ അമ്പ് ചെയ്തത്, ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ബാലൻ പറഞ്ഞു, ഏതായാലും ഇത് കർമ്മഫലമാണ്, അനുവദിക്കാതിരിക്കാൻ പറ്റില്ല. എന്നെ കൊന്നാൽ അങ്ങേക്ക് ബ്രഹ്മഹത്യാഭാവം ഉണ്ടാവില്ല. ഞാൻ വൈശ്യനാണ്. ഒരു കാര്യം ചെയ്യാൻ, ഞാൻ അച്ഛനമാർക്ക് വെള്ളം എടുക്കാൻ വേണ്ടി ഈ പുഴയിലേക്ക് വന്നതാണ്. അവർ ദാഹിച്ചു അവിടെ ഇരിക്കുന്നുണ്ട്, അവർക്ക് ഈ വെള്ളം കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. ദാഹന ഞാൻ ജലം കൊണ്ടങ്ങ് ചെല്ലുവാൻ, ദാഹം കെടുത്ത് നീ തണ്ണീർ കൊടുത്തിനി. എൻ്റെ എല്ലാ കാര്യങ്ങളും അവരോട് പറയാം, അവരോട് പറഞ്ഞാൽ അവർ നിന്നെ രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഈ അമ്പ് തറച്ചിട്ട് എനിക്ക് വളരെ വേദനയുണ്ട്. ഈ അമ്പ് പറച്ചിട്ട് എൻ്റെ ജീവനെ കളയണമെന്നൊക്കെ ആവശ്യപ്പെട്ടു. പ്രാണങ്ങൾ പോകാൻ വിടയുണ്ട് ഏറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ എന്നത് കേട്ടപ്പോൾ ഞാൻ ആ അമ്പ് വലിച്ചെടുത്തു. പിന്നീട് പാനീയിലെ വെള്ളവുമായിട്ട് അവരുടെ അടുത്തേക്ക് വന്നു, അവർക്ക് കൊടുത്തു. അവര്
അവരോട് ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അങ്ങയുടെ മകനാണ് എൻ്റെ അമ്പേറ്റിട്ട് മരിക്കാനിടയായത്. അവർ വളരെയധികം ദുഃഖിച്ചു. അവർ പറഞ്ഞു, ഏതായാലും കർമ്മത്രയമ വന്നത് തവ ബ്രഹ്മഹത്ത ഭാവം ഉണ്ടാകയില്ല, ഏതായാലും ബ്രഹ്മഹത്യാ ഭാവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരാ സമയത്ത് പറഞ്ഞു, എൻ്റെ മകൻ എവിടെയാണ് കിടക്കുന്നത് അവിടെ ഞങ്ങളെ കൊണ്ടുപോവുക, അവൻ്റെ ഉദകകർമ്മങ്ങളൊക്കെ ചെയ്യിക്കാൻ നമ്മളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെ എടുത്തിട്ട് മകന്റെ ശരീരം മൃതദേഹം കാണിച്ചു കൊടുക്കുകയുണ്ടായി. ഞാനത് കേട്ടവർ നമ്മെ എടുത്തത് ദീനതയോട് മകൻ ഉടൽ കാട്ടിനേൻ. ആ സമയത്ത് മകന്റെ ശരീരം കണ്ണു കാണാത്തവർ തൊട്ട് തറവോടിക്കൊണ്ട് വളരെയധികം വിലപിച്ചു. എന്നോട് പറഞ്ഞു, നീയുടെ ചിത ചമക്കണം. ഞാനങ്ങനെ ചിത ചമപ്പിച്ചു. അങ്ങനെ ചിതയിൽ ആ കുട്ടിയുടെ ശരീരം ഉപയോഗിച്ചിട്ട് ദഹിപ്പിക്കുകയുണ്ടായി. ആ സമയത്ത് അവരും ചിതയിലേക്ക് എടുത്തിയാണ സമയത്ത് അവർ എന്നോട് പറഞ്ഞു, വൃദ്ധതബോധനൻ അന്നേരം എന്നോട് പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിന, നീയും പുത്രദുഃഖം കൊണ്ടാണ് മരിക്കാനിടയാവുക എന്ന് അന്ന് മഹർഷിയോട് പറഞ്ഞിരുന്നു. അന്ന് എനിക്കൊരു ശാപം തന്നിരുന്നു. അതിന്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഞാനും മരിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹാ രാമ പുത്ര ഹാ സീതേ ജനകതേ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിങ്ങളെ വേർപെട്ടുകൊണ്ട് എന്റെ മരണം വന്നു ചേർന്നിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ദുഃഖിച്ച് ദശരഥ രാജാവ് രാജാ ദശരഥൻ ബുക്കു സുരാലയം ദശരഥ രാജാവ് മരണപ്പെടുകയുണ്ടായി. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃത സ്വഭാവൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.